ഞങ്ങള് ഇനി അടുത്തത് പോണത് സ്വാഗതം. അടുത്ത പോണത് നമ്മൾ ബീച്ചിലേക്കാണ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കി വേണം ചോറൊക്കെ പാത്രത്തിലാക്കി വണ്ടിക്കകത്ത് നിന്ന് കഴിക്കാം. പുറത്ത് നല്ല വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പൊ അത് കാരണം എല്ലാരും ബിസിയാ. അവിടെ ആറ് ബിസി. പിന്നെ രസമുണ്ടോ? ഇച്ചിരി കൂടി ഉപ്പ് വേണമായിരുന്നു അല്ലേ? സോറി ഓട്ടി. സ്പൈസി ഉണ്ട്. കുഴപ്പമില്ല. ഒരു പെയിൽ ഫുഡ് അല്ലേ? അധികം സ്പൈസി ഇല്ലാണ്ട് ഒരു പെയിലായിട്ട് ഫുഡ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി ഇത് വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അവിടെ പോയിട്ട് വേണം കുളിക്കാനായിട്ട്. നോക്കണം. പിന്നെ ഞങ്ങളങ്ങനെ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ 3 സ്ഥലത്തും കറങ്ങി നടന്നു കഴിഞ്ഞിട്ട് അവസാനം നമ്മളിനി ബീച്ചിൽ പോണതിന് മുന്നേ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ആദ്യമേ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേഗം ഫുഡ് കഴിച്ചു. അപ്പം ഒരു പ്രാവശ്യം ആദ്യം ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തായിരുന്നു. അതിന് രണ്ടാമത് എല്ലാവരും ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സാധാരണ എല്ലാം അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്രീൻ കളർ കാസറോൾ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഞങ്ങൾ എപ്പോഴും ഫുഡ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 4 പേർക്കും കറക്റ്റാണ്. അപ്പോൾ ഞാനാണെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് വെള്ളവും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പോയി ഹോട്ട് വാട്ടർ ബീച്ചിന്റെ അവിടെ എത്തിട്ടോ. അതിനൊരു പേര് കഫീനാണോ? കാഫിയ ബീച്ചിലെത്തിയിട്ട് ഹോട്ട് വാട്ടർ ബീച്ചാണ്. അപ്പം നിന്റെ എണ്ണും വാവട്ടിയും ഓൾറെഡി ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. ഡ്രസ്സ് മാറാൻ പോണ്ടേ? അടുത്ത നല്ല കുഞ്ഞൊരു ഉറക്കം ഉറങ്ങി ഇവിടെ എത്തി അല്ലേ? നിന്റെ ഏട്ടൻ ഉറങ്ങി. നിന്റെ ഏട്ടൻ വണ്ടി ഓടിച്ചോണ്ട് ഉറങ്ങി. വണ്ടി ഓഫ് ചെയ്തോ ഓട്ടി? കൊറേ വണ്ടികളുണ്ട് ഇവിടെ. നിനക്ക് ചുറ്റും കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. വാ, പബ്ലിക് ഹോളിഡേ അല്ലേ? അതുകൊണ്ടായിരിക്കണം. നടന്നാലോ? നമ്മുടെ 4ാമത്തെ സ്ഥലം കേട്ടോ. ഇപ്പൊ കുറച്ച് ക്ഷീണൊക്കെ ആയിട്ട് അതായിരിക്കും നല്ലത്. അപ്പം നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, കാറ്റുണ്ട്. പിന്നെ ഹോട്ട് വാട്ടർ ബീച്ച് ആയതുകൊണ്ട് എന്റെ കയ്യൊന്നും ഇതിനകത്തോട് കുത്തി കയറ്റി തരുമോ? അതുകൊണ്ട് ചിലപ്പോ ഇനി എന്നിട്ട് പറയാ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്റെ വണ്ടി ലോക്ക് ചെയ്തു. താക്കോല് എന്തിനകത്ത്? നല്ല കാറ്റാണ്. എവിടെ അമ്മേ? ക്രേ ഫിഷ് ഉണ്ട്, ഓർഡിനറി ബ്ലാക്ക് ഫുഡ് പൂവ ഉണ്ട്, കീന ഉണ്ട്, സ്നാപ്പർ ഉണ്ട്. ഈ ബീച്ചിലോ? അടിപൊളി. നോ യുവർ ഫിഷിംഗ് റൂൾസ്. ഇവരുടെ കൂടെയൊക്കെയാണ് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോണത്. സാൻഡ് ക്യാൻ ബി ഹോട്ട്. ഓ, കറുത്ത മണ്ണാട്ട് ഇതിനകത്ത്. ഒരാൾക്ക് ഇങ്ങനെ കടന്നു വരാനുള്ള കറക്റ്റ് വഴിയുള്ളൂ കേട്ടോ. ഇനിയും കേറ്റോ? അയ്യോ, മറ്റേ ചെരുപ്പ് മണ്ണിനകത്ത് പൂണ്ടു പോണു അല്ലേ? എടോ, കയറാൻ പറ്റണില്ലല്ലോ. ഫുള്ള് മണ്ണ് അല്ലേ? മണൽ. ഓ, അവിടേക്ക് വരുന്നേക്ക് മറ്റേ സാൻഡ് ക്യാൻ ബി ഹോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഹോട്ട് വാട്ടർ ബീച്ച് ആണെന്നാണല്ലോ പറയുന്നത്. അപ്പം മിക്കവാറും ഹോട്ടായിരിക്കും. പക്ഷെ ചെരുപ്പ് ഊരിട്ട് നടക്കണതാ നല്ലത് അല്ലേ? അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. ഓ, ചെരുപ്പ് മണ്ണിന് ചൂടുണ്ട് കേട്ടാ. ഓ, ചെരുപ്പ് കൈ പിടിച്ചു. നല്ല ചൂടുണ്ട് മണലിന്. ഓ എടാ, ഇതെങ്ങനെ കാല് കൊള്ളാണ്. ഇത് കണ്ടോ, ഭയങ്കര മണലാ. എന്തിനാ? കാല് ചൂടാവൂട്ടാ. കാല് ആവട്ടെ. എനിക്ക്
അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാ ചാ. അവിടെ ഒരു ഓട്ടി ഓട്ടി വയ്യണ്ടേ. അത് ഈ ഇത്രയും കണ്ടോ, ഭയങ്കര പൂഴി പോലത്തെ മണലാ. അയ്യോ ഭയങ്കര പാടിട്ട് കയറാൻ. ഇച്ചിരി കൂടിയുള്ളൂ കേട്ടോ. വേണ്ട, നല്ല ഹൈറ്റ് കയറി വരണേ. നല്ല തിരമാല ഉണ്ട് കേട്ടോ. ഭയങ്കര പാട്. ടെമ്പോ അറിയട്ടെ. പൊന്നിൻ്റെ എണ്ണം ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയ ഓട്ടി ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഏകദേശം ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടന്നു വരാനായിട്ട്. മെയിനായിട്ട് പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണലായത് കാരണം കൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിങ്ങനെ മണലിനകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കാലെടുത്ത് പൊക്കാനും പറ്റുന്നില്ല, കാലെടുത്ത് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കുത്തനൊരു കയറ്റവും കുത്തനൊരു ഇറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റായിരുന്നു. അപ്പം സാധാരണ ഇത്രയും തിരമാല നമുക്കിവിടെ കാണില്ല. പക്ഷേ ഈ കാറ്റും കൂടി ആയത് കാരണം കൊണ്ട് ഭയങ്കര തിരമാലയായിരുന്നു. അപ്പോൾ നമ്മൾ വലിയൊരു കയറ്റം കയറിയിട്ടാണ് നമ്മൾ ഒരു മുകളിലെത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുത്തനെ ഇറക്കാം. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയ തോർത്തുകൊണ്ടൊക്കെ തലയോടെയൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നത്. കാരണം കാറ്റടിച്ചിട്ട് ബുദ്ധിമുട്ടായ കാരണമുണ്ട്. പക്ഷേ ഇവർക്ക് മാത്രം ഞാൻ നോക്കുമ്പം കാറ്റും പ്രശ്നമില്ല, ചൂടും പ്രശ്നമില്ല, തണുപ്പും പ്രശ്നമില്ല എന്നുള്ളത് ഇതിലാണ്. ഇവ മൊത്തം മണ്ണിൽ മൂടി കളിച്ച് ഔട്ടി മുനിസൊക്കെ ശരിക്കും അവിടെ ആർമാദിച്ചു. അവർക്ക് ഈ കാറ്റൊന്നും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ മെയിനായിട്ടും പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് അവരവിടെ കളിക്കുന്ന കാരണം കൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമില്ല. ചൂടും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് കൂടെ ഇങ്ങനെ നിരങ്ങി മണലിനകത്ത് കൂടെ നിരങ്ങിയൊക്കെയാണ് അവർ പോണത്. അപ്പം ഞാൻ പറയുന്നുണ്ട്, അതിന് പിന്നാലെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മക്കളെ എവിടെയെങ്കിലും വേദന എടുക്കും, കൈ മുറിയും കാല് മുറിയും എന്നൊക്കെ പറയുന്നത്. ആര് കേൾക്കാൻ? പിള്ളേർ എന്തായാലും തകർത്തു. പിന്നെ ഇവിടുന്ന് ഒരു ഓട്ടമായിരുന്നു. അപ്പം ഞങ്ങൾ അവർ പിന്നാലെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളും ചെന്ന് വേഗം ഇട്ടാകാൻ വെച്ചാൽ നമ്മൾ അവിടെ ഇറങ്ങി എത്തണേലും മുന്നേ ഇവർ ഓടി വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി. കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർ പോണ കാണുമ്പോൾ നമുക്ക് പേടിയാവുമല്ലോ. പിന്നെ ഇന്ന് അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാറ്റ് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ശരിക്കും ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാറ്റ് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ സാധാരണ ആൾക്കാർ ടെമ്പറേച്ചറും പിന്നെ അന്നത്തെ കാറ്റിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും പുറത്തു പോകാം. അപ്പം ഇന്ന് നല്ലൊരു ദിവസം, ഞങ്ങൾ ചൂസ് ചെയ്ത ദിവസം നല്ലതല്ലായിരുന്നു എന്നാണ് പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരങ്ങനെ വേഗം പോയി അവിടെ കേട്ടോ. അവരവിടെ പോയി പിന്നെ നേരെ വെള്ളത്തിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പം എൻ്റെ ഏട്ടനും ഞാനും പിന്നെ വേഗം വരികയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ലാസ്റ്റത്തെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലോപ്പായിരുന്നു. നമ്മൾ ചൂസ് ചെയ്ത ദിവസം ശരിയായില്ല. ബാക്കി നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നടക്കാനുണ്ടായിരുന്നുള്ളൂ, എന്നാലും ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത് പൊളിഞ്ഞുപോയി. അപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെ കുഴിച്ചാലും ചൂടുവെള്ളമാണ് വരാമെന്നാണ് നമ്മൾ കേട്ടത്. അപ്പം പിള്ളേർ കുറച്ച് നേരം വെള്ളത്തിനകത്തൊക്കെ പോയി കളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ കുഴിച്ച് നോക്കുകയാണ്. അപ്പം എൻ്റെ ഏട്ടനും പിള്ളേരും കൂടി ഭയങ്കര ശക്തിയിൽ വേഗം കുഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കാണുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് നമ്മളങ്ങനെ കുഴിച്ച് കഴിഞ്ഞപ്പം വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ അത്ര വലിയ ചൂടൊന്നും ഇല്ല. പക്ഷേ വൺസ് അവർ മറ്റേ ബീച്ചിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ആ ബീച്ചിലത്തെ വെള്ളത്തിന് ഇച്ചിരി ചൂടുണ്ടെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ നിന്ന് വന്നിട്ട് നന്നായി കുളിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സും എല്ലാം സെറ്റപ്പിലാണ് വന്നത്. പക്ഷേ ഞങ്ങൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം റെഗ്ലാൻഡിലൊക്കെ പോയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുളിക്കാൻ സൗകര്യമുണ്ട്, അവിടെ ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ജസ്റ്റ് ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അപ്പോൾ അതേ അങ്ങനെ ഇവരുടെ കിണർ കുത്തി കുത്തി വെള്ളം കണ്ടു കേട്ടോ. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പം സാധാരണ നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും എന്നുള്ളൊക്കെ ആ ഒരു കൺസെപ്റ്റൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇവർക്കത് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. അപ്പം ഇങ്ങനെ കുഴിഞ്ഞു പോയപ്പം അതിനടിയിൽ വെള്ളം കണ്ടപ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുഴിച്ച കിണറിനകത്ത് വെള്ളം കണ്ടു. നമ്മുടെ നാട്ടിലും വെള്ളം മറ്റെന്താ പറയുക, കിണർ കുഴിക്കുമ്പം സൈഡിൽ നിന്ന് മണ്ണ് ഇടിയുന്ന പോലെ ഇവിടെയും അതേ പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡാണ്. അവർ കുഴിച്ച് ഇവിടെ വരെ എത്തി. അങ്ങനെ കിണർ കുഴിക്കലൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇപ്പോൾ മണ്ണെടുത്ത് വലിച്ചു വാരി എറിയലായി. എന്നുവെച്ചാൽ
സാധാരണ എല്ലാവിടെയും പോകുമ്പോൾ ആൾക്കാരുണ്ടാവും, ഇന്നധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഇനിയിപ്പോൾ നെക്സ്റ്റ് അവരുടെ കലാപരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് വാരി എറിയലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴായാലും ഞാൻ പറയുന്നുണ്ട് മക്കളെ, കണ്ണിൽ പൊടി പോവും, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരും കേൾക്കത്തില്ല. ഇപ്പോൾ ദേ നെക്സ്റ്റ് വരെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവുട്ടീനെ ആ കുഴിയിലേക്ക് ഇറക്കി ഒരുവിധം കാലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചു. ഇനി പൊന്നൂസ് അവനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഫുള്ളായിട്ട് മണ്ണൊക്കെ വെച്ച് മൂടി. ഇവർ സത്യം പറഞ്ഞാൽ ഇത്ര കാറ്റുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും എല്ലാം ഇത്ര നടന്നു വയ്യാണ്ടായിട്ട് വന്നിട്ടായാലും എന്തായാലും ഇവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കാണാം വാവുട്ടീന് ഏകദേശം അവൻ്റെ വയറ് വരെ മൂടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് വാവുട്ടി എന്തോ വലിയ സംഭവം ചെയ്യണ പോലെ അവിടെ ഇരിക്കണേ. ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ അത് ഭയങ്കര കാറ്റാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വോയിസ് ഓവർ ചെയ്യണത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ണിനകത്തോട്ട് എനിക്ക് പോരാന്നുള്ളതാണ്. ഇതും നല്ല ഭംഗിയായിട്ട് അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ അത് ശരിക്കും ഒരു എന്താ പറയുക, നാട്ടിലൊക്കെ പോയിട്ട് ഈ മണ്ണിലൊക്കെ ആയിട്ടുള്ള ഒരു ചികിത്സ ഉണ്ടല്ലോ, അതുപോലെ ആയിട്ടുണ്ട് വാവുട്ടി. എന്തായാലും വാവുട്ടി മനസ്സെന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര കഴിഞ്ഞു കേട്ടോ. 4 സ്ഥലം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ബീച്ച് വാവുട്ടി? ബീച്ച് കൊള്ളില്ല. ഹോട്ട് വാട്ടർ ബീച്ച് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു അല്ലേ? അല്ല, നല്ലതാണ്. പക്ഷെ എന്നിട്ടാ ഇതിന് അല്ല അമ്മ കേറി കഴിഞ്ഞിട്ട് ചൂടാവും. അവിടെ അറ്റത്ത് ചൂടാവും. ചൂടുണ്ട്. ആ ശരിക്കും ചൂടാ. ഫുള്ള് കുഴി. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ അടിക്ക് പോകും. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവരെ അവിടെ കളിക്കാനടുത്ത് ഞാൻ തിരിച്ച് കയറി പോന്നു. ഞാൻ ഇവിടെ വന്ന് വണ്ടിക്കകത്ത് അന്തം വിട്ട് കിടന്ന് ഉറങ്ങിയല്ലേ. അപ്പൊ ഫോട്ടോ കൊടുക്കണല്ലോ. ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറാനായിട്ട് സൗകര്യമുണ്ട്, പക്ഷെ കുളിക്കാനും സൗകര്യം അല്ലേ റഗ്ലാനിലെ പോലെ. റഗ്ലാനിൽ കുളിച്ച് നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ബഹ്റൈനിലും ഉണ്ടായിരുന്നു. വെല്ലിംഗ്ടണിൽ നമ്മൾ പോയപ്പോ ഉണ്ടായിരുന്നു, ഫോക്സ്റ്റണിലും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ 4 സ്ഥലത്തേക്കുള്ള യാത്ര ഇവിടെ കൊണ്ട് തീരാണ്. ഇനി പതുക്കെ വീട്ടിൽ പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ പബ്ലിക് ഹോളിഡേ ഞങ്ങൾ തകർത്തു അല്ലെ വോട്ടി മനസ്സേ? ഹാപ്പി ആയോ? അല്ല, വേറൊരു യാത്ര ഉണ്ട് ഏതാ? വീട്ടിക്ക്. ഒന്നുകൂടി. എന്താണ് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. എന്തെങ്കിലും പറയാണ്ട് മനസ്സേ? ഹാപ്പി ആണോ? ഓക്കെ. എന്റെ ഏട്ടനോ? അങ്ങനെ. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.